Hi, welcome to Bet Talks. In Bet Talks, we are discussing business, entertainment and technology. നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ സുബിൻ സ്വാസ്, ഇത് മുഹമ്മദ് അസ്ലം. നമ്മളോടൊന്ന് ചേരുന്നത് JCA കാലിക്കറ്റിന്റെ പ്രസിഡന്റും ഹോമിയോ ഡോക്ടറും അതോടൊപ്പം ഒരു ഫോട്ടോഗ്രാഫറും സൈക്ലിസ്റ്റും അങ്ങനെ ഒരുപാട് മേഖലയിൽ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ജമീൽ സിംഗ്. ജമീൽ ഖാൻ, അപ്പൊ ഞാൻ JCAയിലൂടെയാണ് ജമീൽ ഖാനെ അറിയുന്നത്. അപ്പം എനിക്ക് അതിനെ കുറിച്ച് തന്നെ കൂടുതൽ ചോദിക്കാനുള്ളത്. ഇപ്പം JCA ഇപ്പം ഒരു ആളിപ്പം JCAയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഞാനൊക്കെ വന്നിരിക്കുന്നത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഒരു റഫറൽ ബിസിനസ് കണ്ടിട്ടാണ്. പക്ഷെ ഇപ്പം പലരും എന്നോട് ചോദിക്കുന്ന സമയത്ത് JCA എന്റെ ബിസിനസ് ആണോ എന്നാണ് പലരുടെ ധാരണ. അപ്പം എന്താണ് അതൊന്ന് നമുക്കൊന്ന് പ്രഷറിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാൻ പറ്റും, ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും? ശരി, അത് JCA എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാരെ വിചാരം നമ്മുടെ കോട്ടും സൂട്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ പല റെഫറൽ മാർക്കറ്റിംഗ് ആണോ ഒക്കെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ശരി, JCA എന്ന് പറയുന്നത് ഇപ്പം ഫുൾ ഫോം അറിയാലോ, ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്നാണ് നമ്മുടെ ഒരു ഫുൾ ഫോം വരുന്നത്. 120 രാജ്യങ്ങളിലധികം ഈ സംഘടന ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട്. അപ്പം നോർമലി നമ്മൾ പല സംഘടന നമ്മൾ കണ്ടിട്ടുണ്ടോ, പല രീതിയിലുള്ള സംഘടന ഉണ്ട്. അവിടെയൊക്കെ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുക, ചാരിറ്റി ചെയ്യുക, ഇങ്ങനെ കുറേ സംഘടന ഉണ്ടാവും. പക്ഷെ JCA മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിനെയാണ്. പക്ഷെ നമ്മൾ ആദ്യം നന്നാവുക, നമ്മൾ നന്നായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാവരും നന്നായിക്കോളും എന്നുള്ളത് കാണിക്കുന്നത് അവിടെ. അതാണ് JCA മെയിനായിട്ട് പറയുന്നത്. ഇപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്യും, നമ്മളിലൂടെ സൊസൈറ്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ബിസിനസ് ഒരു ഭാഗം മാത്രമായിട്ട് ബിസിനസ് കുറെ പില്ലേഴ്സ് ഉണ്ട്. നമുക്ക് JCA കുറെ പില്ലേഴ്സ് പറയുന്നുണ്ട്. പില്ലർ ഒന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്കിംഗ്, പുതിയ ആൾക്കാരെ പരിചയപ്പെടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് പല രാജ്യങ്ങളും ആൾക്കാരെ പരിചയപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാനേജ്മെന്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി JCA കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കൊരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോഗ്രാം നമ്മൾ നടത്തുമ്പോൾ എന്തൊക്കെ ഫോൾട്ട് ഉണ്ടാവാം, ഇങ്ങനെയൊക്കെ ശരിയാക്കി നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ നമ്മൾ ചെറിയൊരു പ്രോഗ്രാംസ് എടുത്ത് നോക്കുമ്പോൾ അത് മാനേജ് ചെയ്തിട്ട്, അപ്പോൾ നമ്മളൊരു PD എന്ന് പറയും, പ്രോഗ്രാം ഡയറക്ടർ ഉണ്ടാവും. ഇയാൾക്ക് ഇത് എങ്ങനെ നടത്തണം എന്ന് പഠിച്ചിട്ട് ഒരു മാനേജ്മെന്റ് സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി JCA കൊടുക്കുന്നുണ്ട്. പിന്നീട് നെറ്റ്വർക്കിംഗ് പറഞ്ഞു. പിന്നെ ബിസിനസ്, ഇപ്പം നമുക്ക് ബിസിനസ് പറ്റി പറയാനും ഒക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ബിസിനസ്സിലുണ്ട്. പിന്നെ അതൊരു ട്രെയിനിങ്സ് ആണ് മെയിൻലി JCA കോർ എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ്. ഇപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് ഉണ്ട് ട്രെയിനിങ്. ഇപ്പൊ നമുക്ക് JCAയിൽ മെയിൻലി നമ്മുടെ EPS വന്ന് തുടങ്ങും. EPS എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് മുതൽ തുടങ്ങി സ്പീച്ച് ക്രാഫ്റ്റ് കഴിഞ്ഞു. ഒരു സ്പീച്ച് എങ്ങനെ ഫോം ചെയ്യണം, നമ്മൾ ചിലപ്പോൾ കാണുന്നുണ്ട് ചില പ്രസംഗങ്ങളൊക്കെ ഭയങ്കരമായി നീണ്ടു പോവാ. അതൊക്കെ ശരിക്കും അത് എങ്ങനെ അത് ഫ്രെയിം ചെയ്യണം എന്നൊക്കെ ശരിക്കും JCAയിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ട്രെയിനർ ആവാൻ എങ്ങനെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം കുറെ ഗെയിമിഫിക്കേഷൻ എന്നുള്ള ഒരു കാലഘട്ടം. അതെ, എന്ത് ചെറിയ ട്രെയിനിങ്ങിന് പോയാലും ചെറിയ ഗെയിംസ് ഇൻവോൾവ് ചെയ്ത കുട്ടികൾ അല്ലെങ്കിൽ ആൾക്കാർ ഇൻവോൾവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ കുറെ അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നൊരു സംഘടനയാണ് JCA. പിന്നെ നമുക്ക് വരുന്നത് മെയിൻലി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റും ഇതിനൊരു ഭാഗം തന്നെയാണ്, ഒരു മേജർ ഭാഗം തന്നെയാണ്. പിന്നെ സ്കോളർഷിപ്പുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്, ചാരിറ്റി പ്രവർത്തനങ്ങൾ, അങ്ങനെ എല്ലാ രീതിയിലും ഇന്റർനാഷണലിസം, നമുക്ക് പല രാജ്യങ്ങളും ആൾക്കാരെ പരിചയപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ഏത് 360 ഡിഗ്രിയിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് JCA കൊടുക്കുന്നുണ്ട്. അതെ, ഇപ്പൊ ഞാൻ JCAയിൽ വന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ BNI എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനിലേക്കായിരുന്നു താല്പര്യപ്പെട്ടത് ജോയിൻ ചെയ്യാൻ. അപ്പം എന്തൊരു കാരണവശാലും എനിക്ക് ആ ഒരു സംഘടനയിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ JCAയെ കുറിച്ച് അറിയുന്നത്. JCAയെ കുറിച്ച് വന്ന സമയത്ത് എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ പേഴ്സൺ നമ്മൾ ഒരുപാട് മാറുന്നുണ്ട്, ഇൻഡിവിജ്വലി നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതെനിക്ക് തോന്നിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ട്രെയിനിങ് തന്നെയാണ്. ട്രെയിനിങ്ങില് ഇപ്പൊ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഒക്കെ ഒരു കാലഘട്ടമാണല്ലോ. അപ്പൊ അവിടെ ഒരു ഇൻഡിവിജ്വലി എങ്ങനെ ഒരാള് രൂപപ്പെടുന്നു, അതിനൊക്കെ എത്രത്തോളം നമ്മളെ JCA സഹായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ചിലവർക്കൊക്കെ തോന്നുന്ന ഒരു കാര്യം, ഇതെന്തോ ആംബെ പോലുള്ള ഒരു റഫറൽ സിസ്റ്റം, അങ്ങനത്തെ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ അതിലേക്ക് വിളിക്കുന്ന സമയത്ത് അങ്ങനത്തെ കുറെ ചലഞ്ചസ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട്. തീർച്ചയായും. ഓക്കെ, അല്ല, എനിക്ക് ശരിക്കും JCAയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് 18-40 എന്നൊരു ലിമിറ്റ് ഉണ്ട്. നമ്മ ബാക്കി സംഘടന പോയി കഴിഞ്ഞാൽ എന്നെങ്കിലും പ്രസിഡന്റ് ആവാം, അല്ലെ എന്നെങ്കിലും നമുക്ക് നന്നാവാന്ന പ്രതീക്ഷ ഉണ്ട്. പക്ഷെ ഇതല്ല, ഇത് 40 വയസ്സിനുള്ളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാന്നുള്ള ഓപ്പർച്യൂണിറ്റി, അവിടെ ഒരു ടാർഗറ്റ് മെയിൻറ്റെയിൻഡാ JCAയിൽ. ഇപ്പൊ 40 വയസ്സുള്ളിൽ നമ്മൾ ഇതെല്ലാം എന്തൊക്കെ പറ്റുമോ അതൊക്കെ അച്ചീവ് ചെയ്തിരിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല പല സംഘടനകൾ ഉണ്ടാവും ആജീവനാന്തം മുഴുവൻ അയാളെന്നേക്ക് പ്രസിഡന്റ് ഒക്കെ ചിലപ്പോൾ കുറെ വർഷം. പക്ഷെ ഇവിടെ JCAയിൽ ഒറ്റ പ്രാവശ്യം അയാളുടെ ലൈഫിലുള്ളൂ, ഒറ്റ വർഷം അയാൾക്കുള്ളൂ. പ്രസിഡന്റ് ആണെങ്കിൽ 1 വർഷം പ്രസിഡന്റ് ആവാൻ പറ്റത്തുള്ളൂ, സെക്രട്ടറി ആണെങ്കിൽ 1 വർഷം സെക്രട്ടറി ആവാൻ പറ്റത്തുള്ളൂ. ആ ഒരു
ഓപ്പർച്യൂണിറ്റീസ് എല്ലാവരും കൊടുക്കും. അതുകൊണ്ട് നമുക്ക് പല സ്ഥലത്തും കാണുന്ന പോലെ ഈ കാലുവലിയും അങ്ങനത്തെ പരിപാടി ഒന്നും ജേഴ്സിയിൽ നടക്കാറ് കുറവാണ്. നമ്മൾ മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മാറി മാറി കൊടുക്കാനുള്ള ഒരു ചാൻസ് ജേഴ്സിയിൽ കാണാറുണ്ട്. അതാണ് എനിക്ക് ജേഴ്സിയിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയൊരു ഭാഗം. ഓക്കെ, എനിക്ക് വന്ന സമയത്ത് അത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ ഒരു യൂത്തിന്റെ ആ ഒരു മെയിൻ കോർ ഏരിയയിൽ അവിടെ നമുക്ക് എന്തുണ്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വന്ന സമയത്ത് ഞാനൊരു 33-32 വയസ്സിലാണ് ഇതിൽ വന്നത്. അപ്പോഴും എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയി പോയി, വന്നത് കുറച്ച് ലേറ്റ് ആയി പോയി. കുറച്ചുകൂടി നേരത്തെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇതില് ആസ് എ പ്രസിഡന്റ്, ഇപ്പം ജമീൽക്ക് ഒരു പ്രസിഡന്റ് ഒക്കെ ആവുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മെമ്പറിനെക്കാട്ടിയും ഉപരി കുറച്ചും കൂടി ഒരുപാട് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം അത് ഒക്കെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഞാൻ പറയാം, ഇത് പ്രസിഡന്റിന് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. ശരിക്കും നമ്മൾ ഒരു പ്രസിഡന്റ് ഡ്രിവൺ ഓർഗനൈസേഷൻ തന്നെയാണ് JCI. ഒരു പ്രസിഡന്റിന്റെ വിഷൻ, ആ ഒരു വർഷത്തെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ആ മാക്സിമം നമ്മൾ വിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്ത് വന്നാലും നമ്മൾ ആ ഒരു വർഷം പ്രസിഡന്റിന്റെ പേരിൽ അറിയപ്പെടുക. പിന്നെ അതേപോലെ നമുക്ക് പ്രസിഡൻഷ്യൽ അക്കാഡമി പോലെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് JCI പ്രസിഡൻസിനുള്ള നമ്മുടെ ക്ലാസ് ട്രെയിനിങ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതേപോലെ നമുക്ക് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് നമ്മുടെ ആസ്പാക് പോലെ, ആസ്പാക് എന്ന് വെച്ചാൽ ഏഷ്യ പസഫിക് കോൺഫറൻസ് ആണ്. ഇപ്പം ഇവിടെയൊക്കെ നമുക്ക് ഒരു പ്രസിഡൻസിന് കുറേ പ്രിവിലേജസ് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് സാധാരണ മെമ്പർ ആകുമ്പോൾ നമ്മൾ ആലോചിക്കും ഓക്കെ അടുത്ത വർഷം പോവാം. പക്ഷെ പ്രസിഡന്റിന് കിട്ടുന്ന പ്രിവിലേജസ് ആലോചിച്ചാൽ ഈ വർഷം ഇങ്ങനെ പോകണം എന്നുള്ള ചിന്ത നമുക്ക് ഫോം ചെയ്യും. അപ്പം അതിൽ ഡെവലപ്പ് ചെയ്യും. മാത്രമല്ല നമ്മൾ ഈ ഒരു സിസ്റ്റം, ഒരു ലീഡർഷിപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു കളരിയാണ് ശരിക്കും JCI. അപ്പം നമ്മൾ മാക്സിമം ആൾക്കാരെ എങ്ങനെയൊക്കെ പല ടൈപ്പുള്ള ആൾക്കാരെ, അപ്പം നമ്മുടെ ചാപ്റ്റർ JCI കാലിക്കറ്റ് ആണ് നമ്മുടെ ചാപ്റ്ററിലെ 100 മെമ്പേഴ്സിലധികം മെമ്പേഴ്സുള്ള ഒരു സംഘടനയാണ്. ഒരു 60 വർഷമായിട്ട് ഓടുന്ന സംഘടനയാണ്. അപ്പം പല ആൾക്കാരും പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പം ഓട്ടോമാറ്റിക്കലി ഇവരൊക്കെ ഒരേപോലെ കൊണ്ടു നടക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അപ്പം അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള കൂടെ ഒരു ചാൻസ് ശരിക്കും JCI എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാൻ ബെനിഫിറ്റ് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നേരത്തെ എനിക്കൊന്ന് അസ്ലം പറഞ്ഞ ഒരു 30 വയസ്സിന് ശേഷമാണ് JCI കുറിച്ച് അറിയുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ കാര്യം എടുക്കുകയാണെങ്കിൽ 2010 ഞാൻ JCI കുറിച്ച് അറിയുന്നത്. അപ്പം കോട്ടയത്തായിരുന്നു. 2012 JCIയിലേക്ക് വരാൻ സാധിച്ചു. പിന്നീട് വരുന്നത് JCI കാലിക്കറ്റിലേക്ക് വരുന്നത് ജേക്കോം എന്നൊരു പ്ലാറ്റ്ഫോമിൽ. അപ്പം അതിനെക്കുറിച്ച് ചോദിക്കാം. ജേക്കോം എന്നൊരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയാണ് JCI കാലിക്കറ്റിലേക്ക്. അപ്പം എനിക്കൊരു കാരണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അസ്ലമിനൊരു കാരണം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ 18 മുതൽ 40 വയസ്സ് വരെ എന്നുള്ള ഒരു ഏജ് ലിമിറ്റ് പറയുമ്പോൾ, ഒരു 18 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും കൃത്യമായിട്ടൊരു അവയർനെസ്, എന്തിനാണ് സെൽഫ് ഡെവലപ്മെന്റ് എന്നൊന്നും അറിയാത്തൊരു പ്രായമാണ്. അടുത്ത എന്താ പറയുക, ഡ്രീം ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ഏജാണ്. അപ്പൊ ആരാണ് ശരിക്കും JCIയിലേക്ക് വരേണ്ടത്? നമ്മൾ മറ്റ് പല സ്ഥാപനങ്ങളും സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉള്ള ഒരു നാട്ടിൽ നമ്മൾ ഇതിന്റെ ബെനിഫിറ്റ് അറിഞ്ഞിട്ട് മറ്റുള്ളവരോട് പറയാം, അവിടെ എന്തോ നമുക്കെന്തോ ഒരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ് JCIയിലേക്ക് നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നൊരു ചിന്ത, തെറ്റായ ഒരു ധാരണയുണ്ട്. അപ്പൊ അതോടെ മാറാൻ വേണ്ടി ചോദിക്കുന്നത്, ആരാണ് JCIയിലേക്ക് വരേണ്ടത്? ഒരു 18 വയസ്സിൽ 22 വയസ്സിനും ഇടയിലുള്ള ആര് വരണം? എന്ത് ആഗ്രഹിക്കുന്ന ആൾ വരണം, അല്ലെങ്കിൽ ഏത് ഫീൽഡിലുള്ള ആൾ വരണം? ഓക്കെ, ഇത് ശരിക്കും ഫസ്റ്റ് നമുക്ക് ശരിക്കും 18 വയസ്സിന് താഴെയുള്ളവർ എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ചിന്തകളുണ്ട്. അപ്പൊ ശരിക്കും JJ എന്നൊരു വിങ്ങും കൂടെ JCIക്കുണ്ട്. ജൂനിയർ JC എന്ന പേരിൽ നമുക്കൊരു ഇതുണ്ട്. അത് 14 മുതൽ 18 വയസ്സ് വരെയാണ്. ഈ സ്കൂൾസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു JJ വിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് JCIയുടെ ഒരു കോറ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാൻ സാധിക്കും. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഇത് പിക്ക് ചെയ്ത് കൊണ്ടുവരാൻ ചാൻസ് ഉള്ള ഒരു ഇതാണ് JCIയിലേക്ക്. JCI ആര് ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ശരിക്കും ഒരു ബെറ്റർ വേർഷൻ ആവണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും. മിക്ക ആൾക്കാരും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും. അപ്പം ഇവർക്ക് എല്ലാവർക്കും JCIയുടെ ഓപ്ഷൻ ഉണ്ട്. എല്ലാവർക്കും ഉള്ള ഒരു ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾ ബിസിനസ്സുകാരാണെങ്കിൽ അവിടെയും JCIയുടെ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് ആണ് ഇഷ്ടം, ഇന്റർനാഷണലിസം, പല ആൾക്കാരെ പരിചയപ്പെടാനാണോ, ഇവർക്കൊക്കെ JCIയുടെ ഒരു ഓപ്ഷൻ ശരിക്കും JCI കൊടുക്കുന്നുണ്ട്. ഞാൻ പറയാം, നമ്മുടെ ജിമ്മിൽ പോകുന്ന പോലെയാ. ജിമ്മിൽ നമ്മൾ ബൈസെപ്സ് കളിക്കാം, എവിടെ വേണമെങ്കിൽ കളിക്കാം. അപ്പൊ അതേപോലെ ഇതിന് പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് റിസൾട്ട്സ് കിട്ടും എന്ന് പറയുന്ന പോലെ JCIയിൽ പല രീതിയിലുള്ള പില്ലേഴ്സ് ഉണ്ട്. ഇത് ഏത് പില്ലറാണ് നമ്മൾ എടുക്കുന്നത്, ഏത് ലാഡർ നമ്മൾ എടുക്കുന്നു അതനുസരിച്ച് നമുക്ക് ഇപ്പൊ ലീഡർഷിപ്പ് ലാഡർ എടുക്കാം. അവിടെ നമുക്ക് ലീഡർ ആവാം. ഇവിടെ ത്രിപുരയിൽ ഉള്ളൊരു ഹോട്ടൽ മുതലാളി ഈ 120 രാജ്യങ്ങളിലെ JCIന്റെ വേൾഡിലെ പ്രസിഡന്റ് ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാക്കണം. അപ്പോൾ എവിടെ സാധാരണ ഒരു ഹോട്ടലിൽ വെറുതെ ഒരു കൗണ്ടറിൽ ഇരുന്ന് പൈസ വാങ്ങിച്ചിടാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി ലോകത്തിലെ JCIയുടെ മുഖമായി മാറി. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര ഹൈയാ. പക്ഷെ നമ്മളത് ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. നമ്മൾ എങ്ങനെ എടുക്കുന്നു,
അപ്പൊ എല്ലാവർക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ആ ഒരു ലീഡർഷിപ്പിന് ഒരു മൂഡ് ഉണ്ടാവാം. ഇപ്പൊ നമ്മൾ ശരിക്കും JCA ഒരു മെയിൻ തീം തന്നെ പറയുന്നത് ഡെവലപ്പിംഗ് ലീഡേഴ്സ് ഫോർ ചേഞ്ചിങ് വേൾഡ് എന്നാ. ഈ ലോകം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഡെയിലി ഭയങ്കര സ്പീഡിൽ ലോകം മാറിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഏത് വ്യക്തിക്കും JCA ജോയിൻ ചെയ്യാം. ഓക്കെ, നേരത്തെ പറഞ്ഞതിനോട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പം ഗൂഗിൾ ചെയ്താൽ നമുക്ക് അറിയാം വേൾഡ് ലീഡേഴ്സ് പല ആളുകളും മുമ്പ് JCA എന്നൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വന്ന ആളുകളാണ്. അപ്പൊ അവിടെ വരുമ്പം നമ്മൾ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും ഒന്നായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റില്ല. ലീഡർഷിപ്പ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പ് എടുത്താൽ 18 മുതലുള്ള ഏജ് ഗ്രൂപ്പ് എടുത്താൽ പല ആളുകളും കോളേജുകളിലായിരിക്കും, അല്ലെങ്കിൽ ഒരു PG ചെയ്യുന്ന ഒരു സമയമായിരിക്കും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ജോലിയുടെ ഒരു തിരക്ക്. ആ സമയത്ത് അറിയാം അവർക്ക് ടൈം ഫ്രീഡം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾക്ക് JCAക്ക് വേണ്ടി സമയം മാറ്റി വെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഇനി അങ്ങനെ മാറ്റി വെക്കാൻ തയ്യാറായാൽ, നമ്മൾ പറഞ്ഞു ഇപ്പം JCA കാലിക്കറ്റ് 60 വർഷത്തോളം, അപ്പൊ 60 പ്രസിഡന്റ്സ് ഉണ്ടായ 60 വർഷത്തോളം പാരമ്പര്യമുള്ള വലിയൊരു പ്രസ്ഥാനമാണ്. JCA ഒരുപാടുണ്ട്. അപ്പൊ അവരവരുടെ നാട്ടിൽ ഇപ്പം ഇത് മലയാളം ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ എവിടെ വെച്ച് ആര് കേൾക്കുവാണെങ്കിൽ ആ നാട്ടിലൊരു JCA അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ JCA ഉണ്ടാവും. ഇതിൽ ഏതിലായാലും ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം സമയം ആൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഒരു ഏജ് ഗ്രൂപ്പിൽ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന ഒരാൾക്ക് മാറ്റി വെക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ കോളേജസിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ JCA യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ പാലക്കാട് ലീഡ് കോളേജ്, ഇപ്പൊ നമ്മൾ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തത് പ്രൗഡൻസ് കോളേജിൽ. ഇപ്പൊ ഇങ്ങനെ ഓരോ കോളേജസിൽ വേണമെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസിന് വേണമെങ്കിൽ അവിടെ കോളേജിൽ ഒരു LO ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ LO എന്ന് പറയാം കേട്ടോ, ഓരോ ഓർഗനൈസേഷനാണ് ലോക്കൽ ഓർഗനൈസേഷൻ പറയാം. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പം JCA കാലിക്കറ്റ് എന്ന് പറയുമ്പം എത്രയും പാരമ്പര്യം ഉള്ളത് കൊണ്ട് കുറെ പ്രോഗ്രാംസ് നമ്മുടെ ഒരു റെഗുലർ പ്രോഗ്രാംസ് നമുക്ക് എന്തായാലും കൺഫേമിന് കൊടുക്കാൻ സാധിക്കും. നമ്മുടെ ആ ഒരു എത്രയും വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന കുറെ പ്രോഗ്രാംസ് ഉണ്ട്. അത് മിനിമം നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ പല രീതിയിൽ ഇപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ടൈം, നമ്മുടെ പ്രയോറിറ്റി എങ്ങനെ സെറ്റ് ചെയ്യുന്ന പറയാം. ഇപ്പൊ നമുക്ക് പ്രയോറിറ്റി നമ്മുടെ ഡെവലപ്മെന്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ടൈം ഉണ്ടാക്കും JCA വേണ്ടിയിട്ട്. നമ്മൾ അത് ആ ടൈം ഉണ്ടാക്കി, എനിക്കൊന്ന് കൂടുതൽ ടൈം ഒന്നും വേണ്ടത് ദിവസവും പ്രോഗ്രാംസ് എന്ന നിലയിലല്ലോ. നമുക്ക് ചിലപ്പോൾ വൈകുന്നേരങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില പ്രോഗ്രാംസ് ഫുൾ ഡേ 2 ദിവസം പ്രോഗ്രാം ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് നമ്മൾ അത് റീഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് പോസിബിൾ ആണെന്നുള്ള കാര്യമാണ്. ഈ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ തന്നെയായിരിക്കും. ട്രെയിനിങ് പ്രോഗ്രാംസ് ഇപ്പൊ പുറത്ത് പോയിട്ട് നമ്മളൊരു 10,000 ഒക്കെ കൊടുത്ത് ചിലവാക്കി നടക്കേണ്ട പ്രോഗ്രാംസ് ഒക്കെ ചിലപ്പോൾ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ കോസ്റ്റിലോ ചെയ്യാനുള്ള, എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ നമുക്ക് അറിയേണ്ട ഒരു ഏരിയ ആയിരിക്കും ജെകോം. അതെ, ജെകോം എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിനെ കണ്ടിട്ടാണ് ശരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത് JCA ജോയിൻ ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു 2022 ജോയിൻ ചെയ്ത സമയത്ത് റെഫറൽ ബിസിനസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം അന്ന് ഇതേമാതിരി പോപ്പുലർ പ്ലാറ്റ്ഫോം ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ആ സമയത്ത് ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടി അഡ്വാൻറ്റേജ് കിട്ടിയ സംഗതി എന്ന് പറഞ്ഞാൽ ഈ റെഫറൽ ബിസിനസ്സുകാരെയും കൂടുതൽ ആസ് എ ഇൻഡിവിജ്വൽ ഞാൻ വിട്ടുപോയ മുമ്പ് 2011-12 നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ട്രെയിനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2018-19 ഒക്കെ ആകുമ്പോൾ ട്രെയിനിങ് തീരെ നമ്മൾ എടുക്കാൻ ബിസിനസ്സിൽ തിരക്കൊണ്ട് നമ്മൾ എടുത്തില്ല. പിന്നീട് ഒരു ട്രെയിനിങ് എടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടച്ച് കംപ്ലീറ്റ്ലി വിട്ടു. അതിനുശേഷമാണ് JCA ജോയിൻ ചെയ്തത്. അപ്പൊ അവിടെയാണ് നമ്മൾ ട്രെയിനിങ്ങിന്റെ ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്, ഇതിന്റെ ഒരു മോഡലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ സ്പീച്ച് ക്രാഫ്റ്റ് അല്ലെങ്കിൽ EPS ഇങ്ങനെയുള്ള ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ഇടയായത്. അപ്പം എങ്ങനെയുണ്ട് അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? ഒരു ആസ് എ ട്രെയിനർ എങ്ങനെയാണ് JCA ലീഡേഴ്സിനെ അതേമാതിരി തന്നെ ട്രെയിനേഴ്സിനെ ഒന്ന് രൂപപ്പെടുത്തുന്നത്? എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സംഗതിയാണ് ഈ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി JCA വന്നത്. നമുക്ക് പല രീതിയിലുള്ള ട്രെയിനിങ്സ് ഇപ്പോൾ JCA ലെവൽ ബിസിനസ് ട്രെയിനിങ് ഉണ്ട്, അല്ലാണ്ടുള്ള ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്സ് ഉണ്ട്. സ്കൂൾസ് കോളേജസ് പോയി എടുക്കുന്ന ഫ്യൂച്ചർ എംപവറിംഗ് യൂത്ത് എന്ന് പറയുന്ന രീതിയിലുള്ള ട്രെയിനിങ്സ് അവിടെയും ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിനിങ്സ് പല രീതിയിൽ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു മെയിൻലി ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്സ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാറ്. പിന്നെ തന്നെ നമുക്ക് ചാപ്റ്റർ വൈസ് നമ്മുടെ LOയിൽ നമ്മൾ നടത്തുന്ന ചെറിയ ട്രെയിനിങ്സ് മുതൽ JCA ഇന്ത്യ നടത്തുന്ന എക്സ്ക്ലൂസീവായ പ്രീമിയം ട്രെയിനിങ്സ് വരെ JCA കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ട്രെയിനിങ്ങിന് 25,000 റുപ്പീസ് ചാർജ് ആവുന്ന വരെ ട്രെയിൻ. പക്ഷേ ഈ 25,000 റുപ്പീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുറത്തൊരു 1 lakhന് മുകളിൽ ചാൻസ് ഉള്ള ട്രെയിനിങ്സ് ആണ് ഇവിടെ 25,000 കൊടുത്തത്. ഇന്റർനാഷണലി വെൽ നോൺ ആയിട്ട് ട്രെയിനേഴ്സ് ആണ് വന്ന് ട്രെയിനിങ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നല്ലൊരു സബ്സിഡൈസ് പ്രൈസിലാണ് ശരിക്കും JCA കൊടുക്കുന്നത്. നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും എങ്ങനെ ഈ പ്രൈസ് കൊടുക്കും. നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ താമസവും എല്ലാം ഉൾപ്പെടെ നമ്മൾ സ്റ്റേന്റെ എമൗണ്ട് മാത്രമേ നമുക്ക് ആവാറുള്ളൂ നോർമലി ഈ ട്രെയിനിങ്ങുകൾക്ക്. ഈ ട്രെയിനിങ്ങിലായിട്ടോ നമ്മൾ പറഞ്ഞല്ലോ, ഈ JCAയിൽ ചില ആൾക്കാരുണ്ട് ജോയിൻ ചെയ്യും പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല. ഇപ്പൊ JCAയിൽ ഒരു 1.5 വർഷമായാൽ മാത്രമേ നമുക്ക് സ്പീച്ച് ക്രാഫ്റ്റ് എന്നുള്ളൊരു ട്രെയിനിങ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവിടെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെ ഒരു നല്ലൊരു സ്പീക്കർ ആവാം, നമ്മൾ എങ്ങനെ ഒരു സ്പീച്ചിൽ എങ്ങനെ നമ്മൾ മൊഡ്യൂൾ ചെയ്യാം.
ഒരു വോട്ട് ഓഫ് താങ്ക്സ് എങ്ങനെ പറയണം, അല്ലെങ്കിൽ ചെയർമാൻസ് അഡ്രസ് എങ്ങനെയാണ് പറയേണ്ടത്, ഇതിന് ശരിക്കും ഓരോ രീതികളുണ്ട്. നമ്മൾ നോർമലി നമ്മൾ ശരിക്കും നല്ലോണം പ്രസംഗിക്കാൻ അറിയുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ ഇവർ പോയിട്ട് വോട്ട് ഓഫ് താങ്ക്സിന് പകരം എല്ലാം കൂടി വിളിച്ചു പറയുന്നത് കാണാം. വെൽക്കം സ്പീച്ചിന് പകരം നന്ദി പറയുന്ന കുറേ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് സ്പീച്ച് ക്രാഫ്റ്റ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് സോൺ ട്രെയിനിങ് വർക്ക്ഷോപ്പ്. ഇപ്പൊ ഞാൻ JCIന്റെ സോൺ ട്രെയിനറാണ്. അപ്പം ഈ സോൺ ട്രെയിനിന്റെ ഭാഗമായി നമുക്ക് കുറെ അസൈൻമെന്റ്സ് ഉണ്ടാവും. കോളേജസിൽ പോയി ക്ലാസ് എടുക്കാനും ബാക്കി എല്ലാവരും പോയി ക്ലാസ് എടുക്കാനും. ഇത് എവിടെ നമ്മൾ പഠിക്കാൻ പറ്റും. നമ്മൾ ഉള്ളിൽ പഠിച്ചതിന് ശേഷം നമുക്ക് കുറെ ആൾക്കാരുണ്ട് ഈ JCയിലൂടെ ട്രെയിനറായി അതൊരു പ്രൊഫഷനാക്കി മാറ്റി ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് വേണമെങ്കിൽ ഒരു പ്രൊഫഷനായിട്ടോ അല്ലെങ്കിൽ സൈഡ് പ്രൊഫഷനായിട്ടോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ചില നമ്മൾ നോർമലി നമ്മൾ പറയും ഞാൻ അടിപൊളി ക്ലാസ് എടുക്കും എന്ന് പറഞ്ഞാൽ പോലും പക്ഷെ ഇതിന് ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പം ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ അതിനുശേഷം നമ്മൾ JCI കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ട്. എങ്ങനെ നമുക്ക് കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റുന്ന രീതിയിൽ കുറെ ഇപ്പോഴത്തെ ടൈം സ്പാൻ, ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് കുട്ടികൾക്ക്. അപ്പൊ നമുക്ക് ഓരോ സമയത്തും എങ്ങനെ തിരിച്ച് അറ്റൻഷൻ പിടിക്കാം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങിന് പഠിക്കാം. പിന്നെ നാഷണൽ ട്രെയിനിങ് ആയി അങ്ങനെ ആ രീതിയിലുള്ള ലാഡേഴ്സ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ഓർഗനൈസേഷനാണ്. ഇപ്പം ട്രെയിനിങ് തന്നെ നമുക്ക് ഇപ്പൊ JC തന്നെ ഇഷ്ടംമാതിരി. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പം പല സ്ഥലത്ത് ട്രെയിനിങ് പോയാലും JCക്കാരായിരിക്കും മിക്കവാറും ട്രെയിനേഴ്സ് ആയിട്ട് വരാനുള്ള കുറെ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ട്രെയിനേഴ്സ് നമുക്ക് JCയിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സബ്സിഡൈസ് പ്രൈസിലൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൊരു സംഘടനയും കൂടെയാണ് JCI. എനിക്ക് തോന്നുന്നു വീണ്ടും നമ്മൾ ജേക്കോം എന്ന പ്ലാറ്റ്ഫോം, ജേക്കോമിനെ കുറിച്ച് പറഞ്ഞ വീണ്ടും നമ്മൾ ട്രെയിനിങ്ങിൽ പോയി. കാരണം JCI എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും അത് അംഗീകരിക്കുന്ന കാര്യം. JCI എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഒരു ട്രെയിനിങ് ആണ്, യങ്സ്റ്റേഴ്സിന് വേണ്ടിയാന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കുട്ടികളെ ചെറിയ ക്ലാസ് മുതൽ എപ്പോഴും മുമ്പ് പറയാം ക്ലാസ്സിൽ ഒന്നാമനാവണം അല്ലെങ്കിൽ റാങ്ക് വാങ്ങണം. ഇപ്പോൾ ഫുൾ A+, A+, ആണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ +2 ഡിഗ്രി കഴിഞ്ഞ ഒരു ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം വരുന്നത്. പഠിക്കുന്ന മോശമാണെന്നല്ല പറയുന്നത്, പഠിക്കുന്നതിന് കൂടെ തന്നെ ഒരു പബ്ലിക്കിനെ ഫേസ് ചെയ്യാനും സംസാരിക്കാനും ഇന്റർവ്യൂവിനൊക്കെ ഈ ട്രെയിനിങ്സ് ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അടുത്ത ലെവലിലേക്ക് പോകുമ്പോഴാണ് ഈ ജേക്കോം പോലത്തെ പ്ലാറ്റ്ഫോം വരുന്നത്. ബിസിനസ് ഫോക്കസ് ചെയ്യുന്ന ആളുകൾ, അത് ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഫേമസ് ആയ ബിസിനസിനെ കുറിച്ചല്ല പറയുന്നത്. സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഫാമിലി ബിസിനസ് ആണെങ്കിലും ഏറ്റെടുത്താലും അതിനായിട്ടുള്ള കുറെ അപ്ഡേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ഒരു അവസരങ്ങൾ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ബിസിനസ്സിന് അത്രത്തോളം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ജോലിയാണ് നമ്മൾ കൂടുതൽ പ്ലാൻ ചെയ്യുന്നത്. JCയിൽ ജേക്കോം എന്നൊരു പ്ലാറ്റ്ഫോം വരുമ്പോൾ അത് ഒരു പുതിയ ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ബിസിനസ്സിൽ അടുത്ത ലെവലിലേക്ക് സ്റ്റേജ് അപ്പ് ചെയ്യണമെന്ന് ആഗ്രഹങ്ങളാക്കുക എങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റും, എന്താണ് ശരിക്കും ജേക്കോം അല്ല അതിന്റെ സാധ്യതകൾ? ജേക്കോം നമ്മൾ പല സ്ഥലത്ത് കുറെ കണ്ടിട്ടുണ്ടാവും. ഈ റെഫറൽ മാർക്കറ്റിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ അതൊക്കെയാണ് ജേക്കോമിന്റെ മെയിൻ ബേസ് എന്ന് പറയുന്നത്. ഒരു ജേക്കോം ടേബിൾസ് ഉണ്ടാവും, വീക്ക്ലി മീറ്റിംഗ് ഉണ്ടാവും. ഇപ്പൊ ഇതിനകത്ത് ഒരു ബിസിനസിന്റെ ഒരാളെ ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ സുബിൻ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, അസ്ലം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേറെ ആരും ആ ഒരു ടേബിൾ ഉണ്ടാവില്ല. അപ്പൊ സ്പോക്കൺ ഇംഗ്ലീഷ് വേറെ ആരും ഈ ടേബിൾ ഉണ്ടാവത്തില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും റെഫറൽ ഈ ഒരു ഇതിനു വേണ്ടി വരികയാണെങ്കിൽ, ഈ ഒരു കാറ്റഗറി വരികയാണെങ്കിൽ അത് ഇവർക്ക് റെഫർ ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് അതിന്റെ അപ്പുറം എനിക്ക് തോന്നിയുള്ള കാര്യം, നമ്മൾ ഒരു ജേക്കോം ടേബിളിൽ ഒരു 20-30 ആൾക്കാരുണ്ടാവും. അപ്പൊ നമുക്ക് ഈ 20-30 ആൾക്കാരുടെ ഇടയിൽ നമുക്ക് പല ആൾക്കാരുടെ സക്സസ് സ്റ്റോറീസ് നമുക്ക് എടുക്കാൻ ചാൻസ് കിട്ടും. നമുക്ക് അവിടെ നിന്നൊക്കെ കുറെ അഡോപ്റ്റ് ചെയ്യാനുള്ള കുറെ ഓപ്ഷൻസ് ശരിക്കും ജേക്കോമിന് കിട്ടും. മാത്രമല്ല നമ്മൾ എല്ലാ വീക്കും നമ്മുടെ ബിസിനസ്സിനെ പറ്റി നമ്മൾ പറയുകയാണ്. നമ്മളൊരു എലിവേറ്റർ പിച്ച് എന്ന് പറയാറുണ്ട്. എലിവേറ്റർ പിച്ച് എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, 30 സെക്കൻഡിനുള്ളിൽ നമ്മുടെ ഒരു ലിഫ്റ്റ് കയറി നമ്മുടെ ഒരു 10ാമത്തെ നിലയിൽ എത്തുന്ന മുമ്പേ നമുക്ക് ഒരു ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റണം. അവിടെ ലിഫ്റ്റ് കിട്ടിയ ഒരാളെ നമ്മൾ ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നത് ആ ലിഫ്റ്റിലെ ആ ട്രാവൽ ടൈം കൊണ്ട് നമ്മുടെ ബിസിനസ് ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യണം. അപ്പൊ അത് ശരിക്കും നമ്മുടെ ഈ ജേക്കോമിന് പഠിക്കും. ചില ജേക്കോമിന് നമ്മളൊരു 30 സെക്കൻഡ് ഒരു മിനിറ്റിനുള്ളിലൊക്കെ നമ്മുടെ ബിസിനസ് പറഞ്ഞ് വ്യക്തമായി കൊടുക്കണം. ഇത് ഡെയിലി എല്ലാ വീക്കും നമ്മൾ ചെയ്യുമ്പോൾ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന്റെ എക്സ്പേർട്ടായി. ഓരോ പ്രാവശ്യം പറയുമ്പോൾ ഡെവലപ്പ് ബെറ്ററാക്കി നമ്മൾ പോകും. അവസാനം ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു ഉറപ്പിക്കാം ഈ എലിവേറ്റർ പിച്ചിൽ നമ്മൾ എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ജേക്കോമില്. നിങ്ങൾക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ജേക്കോമിൽ. ഇപ്പം നമ്മുടെ ജമീൽക്ക് പറയുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും, ഇപ്പൊ ബിസിനസ് ഓണർ ആണോ ബിസിനസ് പറഞ്ഞു നടക്കുന്നത്, അതിന് വേറെ മാർക്കറ്റിംഗ് ടീമിലെ സോഷ്യൽ മീഡിയ അങ്ങനെയല്ല. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ 30 അല്ലെങ്കിൽ ഒരു ടേബിൾ 60 പേർക്ക് വരെ ഒരു ടേബിളിൽ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ 60 പേരിൽ ഒരേ ബിസിനസ് ചെയ്യുന്ന ഒരാളെ ഉണ്ടാവുള്ളൂ എന്നുള്ള നേരത്തെ ജമീൽക്ക് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അതില് നമ്മുടെ ബിസിനസ് ഒരു ബിസിനസ് ഓണർ പറയുന്ന അത്ര ഭംഗിയായിട്ട് വേറെ ആൾക്ക് പറയാൻ പറ്റില്ല. അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സത്യമായിട്ടുള്ള കാര്യമാണ്. B2B ബിസിനസ് ആണെങ്കിൽ പ്രത്യേകിച്ചും, അതായത് ബിസിനസ് വേറൊരു ബിസിനസ്സുകാരനോട് പറയുമ്പോൾ
അപ്പൊ നമ്മൾ ഈ 60 പേര് ഒരു ഫാമിലി പോലെ ആയി മാറുകയാണ്. അപ്പൊ അതിൽ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു നമ്മുടെ പ്രായത്തിന് അത്ര എക്സ്പീരിയൻസ് ഉള്ള ബിസിനസ് ഓണേഴ്സ് ഉണ്ടാവാം, പുതിയ ബിസിനസ്സുകാരുണ്ടാവും, പുതിയ തലമുറ, പുതിയ ഐഡിയാസ്, ഇതുവരെ കാണാത്ത ബിസിനസ് ചെയ്യുന്ന പല ഏരിയാസിലെ ആളുകളുണ്ടാവും. ഇവരൊക്കെ ഇത് പ്രസന്റ് ചെയ്യുകയും കാര്യങ്ങൾ പറയുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും ഓരോ വീക്കിലും ഓരോ പ്രോഗ്രാംസ് ആണ്, ഒരു ട്രെയിനിങ് ഒരു വീക്കിലുണ്ടാവും. അതിനെക്കുറിച്ച് എനിക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമായിരിക്കും. ഇതിലൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളൊരു ആയുസിന്റെ ഒരു വലിയ ഏജ് കളഞ്ഞിട്ടാണ് ഒരാൾ ബിസിനസ് ചെയ്യുന്നത്, റിസ്ക് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു ആയുസ് കൊണ്ട് കിട്ടാത്ത എക്സ്പീരിയൻസ് ഈ 60 ആളുകളുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടും. ഈ 60 ബിസിനസ് ഓണേഴ്സിനെ ഇതല്ലാതെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കാണണമെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്, അല്ല പേഴ്സണലി പോയി കാണുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആയ ഒരു കാര്യമല്ല. അപ്പൊ അത്രയും എക്സ്പീരിയൻസ് അത് കിട്ടും. എങ്ങനെയാണ് ശരിക്കും ഈ ജേക്കോമിന്റെ വീക്ക്ലി മീറ്റിംഗ്സും കാര്യങ്ങളും അതും കൂടെ ഒന്ന്, കാരണം ജേക്കോം കാലിക്കറ്റിന്റെ പാസ്റ്റ് ചെയർമാനും കൂടെയാണ് നമ്മൾ അസ്ലം. അപ്പൊ അസ്ലമിന്റെ അടുത്തായിരിക്കും ഏറ്റവും കൂടുതൽ അത് നമുക്ക് ഇപ്പം കേൾക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ അമീർ സുഹേലാണ് ജേക്കോം കാലിക്കറ്റിന്റെ ചെയർമാനായിട്ട് ഇരിക്കുന്നത്. ഇപ്പം ലാസ്റ്റ് ചെയർമാൻ എന്ന രീതിയിൽ എന്തൊക്കെയാണ് ഓരോ വീക്കിലും നടക്കുന്നത്? അപ്പം എനിക്ക് തോന്നുന്നു ജേക്കോമിന്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ജമീൽക്ക് പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഉണ്ട്. എന്നിരുന്നാൽ പോലും ഓരോ വീക്കിലും ഓരോ ടൈപ്പ് ഓഫ് മീറ്റിംഗ്. അതായത് ഇപ്പം ഒരു വീക്കിൽ ഇപ്പം നമ്മൾ ഒരു സൊല്യൂഷൻ ഗോൾ ആണെങ്കിൽ അടുത്ത ഇതിൽ ലേണിംഗ് ആണ്, പുതിയൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പം എനിക്ക് തോന്നുന്നു ബിസിനസ്സിലൊക്കെ, ഞാനൊക്കെ ബിസിനസ്സിലേക്ക് വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിലൊക്കെ ആ ഒരു പീക്കിലെത്തിയ സമയത്താണ് നമ്മുടെ ബിസിനസ്സിൽ ആ ഒരു പുതിയൊരു വെഞ്ചറിലേക്കൊക്കെ വന്നത്. ഒരു അക്കാഡമിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്താണ്. അപ്പം ലേണിംഗ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പം മാർക്കറ്റ് എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെങ്കിൽ വേറെ ദിവസം വേറൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ലേണിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകം. അപ്പം ഒരു വീക്കിൽ ഒരു ലേണിംഗ് മീറ്റിംഗ് ആണെങ്കിൽ അടുത്ത വീക്കിൽ സൊല്യൂഷൻ മീറ്റിംഗ് ആണ്. സൊല്യൂഷൻ മീറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു 30-40 ആൾക്കാരുള്ള ഒരു മീറ്റിങ്ങിലാണ് നമ്മളൊരു ചലഞ്ച്, ഒരു പ്രോബ്ലം പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല നമുക്ക് കിട്ടുക, ഒരുപാട് സൊല്യൂഷൻ നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി നമ്മളുടെ ഒരു രാമനാട്ടുള്ള ഒരു ടേബിളിലുള്ള ഒരാൾക്ക് ഒരു ടെക്സ്റ്റൈൽസിന് ഒരു പാർക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പാർക്കിംഗ് ആയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അവർ പാർക്കിംഗ് ആക്കി മാറ്റി. അങ്ങനെയൊക്കെയുള്ള അടിപൊളി സൊല്യൂഷൻസ് അവർ ഇതിലൂടെ വന്നിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല രീതിയിൽ നമ്മൾ ആലോചിക്കാതെ, ഒരു ബിസിനസ് ഓണർ ഒറ്റയ്ക്ക് ചിന്തിക്കാതെ, എനിക്കൊന്നും ഇതിൽ നമ്മൾ പാർട്ട്നേഴ്സിനാണ് വിളിക്കുക. എല്ലാവരും ബിസിനസ് ഓണേഴ്സ് ആണ്, ഒരു ബിസിനസ് പാർട്ട്നേഴ്സിനാണ് വിളിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതന്നെയാണ് ഇതിന്റെ ബ്യൂട്ടി. ജേക്കോമിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഓർഗനൈസേഷനും ഇല്ലാത്ത ഒരു സ്റ്റൈൽ ഓഫ് മീറ്റിംഗ്സ് ഇതിലുണ്ട്. പിന്നെ ലാസ്റ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ C2C കൊളാബറേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു മീറ്റിംഗ്. എനിക്ക് തോന്നുന്നു ആ വേർഡിന് തന്നെ ഒരു കോമ്പറ്റീഷൻ എന്ന വേർഡ് മാറി ഇപ്പം എല്ലാവരും കൊളാബറേഷൻ, സിമിലർ ടൈപ്പ് ഓഫ് ബിസിനസ് ഉള്ള ആൾക്കാർ പുറമെ പോയിട്ട് അവിടെയും അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സർവീസ് അവർക്കും കൊടുക്കാൻ പറ്റാന്നുള്ളൊരു സംഗതിയിലേക്ക് എത്തുകയാണ്. അപ്പം ലാസ്റ്റ് ടൈം നമ്മളൊക്കെ എനിക്ക് ഒന്ന് ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെയൊക്കെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജേക്കോം JCAന്റെ എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്ന അടുത്തൊരു ഫേസ് ആണെന്ന് തന്നെയാണ്. കാരണം എൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ട്, പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു JCA പുളിക്കല് ജോയിൻ ചെയ്തതാണ്. പക്ഷെ മൂപ്പര് ജേക്കോമിന് വേണ്ടിയിട്ടാണ് JCA പുളിക്കൽ ജോയിൻ ചെയ്തത്. അപ്പം റീസെന്റ് ആളെന്തായി, JCA പുളിക്കലിന്റെ പ്രസിഡന്റ് ആയി. അപ്പം ജേക്കോമിലേക്ക് ആൾക്കാർ വന്നിട്ട് പിന്നെ ഹബീബ് റഹ്മാൻ. അപ്പം മൂപ്പര് ജേക്കോമിലേക്ക് വേണ്ടി ജോയിൻ ചെയ്ത ഒരാളാണ്. ഞാനും ജേക്കോമിലേക്ക് വന്ന് ജോയിൻ ചെയ്ത ആളാണ്. പക്ഷെ ആളെന്തായി, JCAനിലെ പല ആക്ടിവിറ്റീസും കടന്നിട്ട് അതിന്റെ JCAന്റെ കോർ ഏരിയാസും അവർ അവെയിൽ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പം അതാണ് ഈ ഒരു ബ്യൂട്ടി, ജേക്കോമിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ തന്നെയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ജേക്കോമിന് വേണ്ടി മാത്രം നമ്മൾ ഇതുപോലെ ഒരു ദിവസം ഇരിക്കണം, നമ്മുടെ ചെയർമാനെ കൂടെ കൂട്ടിയിട്ട്. കാരണം അത്രയും ഡീറ്റെയിൽസ് പറയണം. നമ്മുടെ പോയിന്റ് JCA ആണ്. അതിലെനിക്ക് തോന്നുന്നു നമ്മൾ JJ കുറിച്ച് സംസാരിച്ചു, ജേക്കോമിനെ കുറിച്ച് സംസാരിച്ചു, JCAയുടെ മറ്റു മേഖലകളിലുള്ള സാധ്യതകളെ കുറിച്ച് സംസാരിച്ചു. ഇനി JAC കുറിച്ചാണ് ചോദിക്കുന്നത്, അല്ലെ? JAC തീർച്ചയാണ്. കാരണം ഒരു JC എന്ന് പറഞ്ഞാൽ ഒരു 1-2 വർഷം കൊണ്ട് തന്നെ അതിൽ നിൽക്കുമ്പോൾ അതൊരു വികാരമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും JCI എന്ന് ഒരു സാധാരണ ഒരാൾ കാണുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ബോർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കുമ്പോൾ ഒരു ബോർഡ് ഉണ്ടാവും. അത് അത്രയും മാത്രമേ പബ്ലിക്കിന് അത്രയും അറിയുള്ളൂ. പക്ഷെ JCയിൽ വന്നു കഴിഞ്ഞാൽ, അതിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അയാൾ JCയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അതൊരു ഫീലാണ്, അയാളുടെ ലൈഫിൽ കുറെ മാറ്റങ്ങൾ വരുത്തിയ ഒരു സംഗതിയാണ്. ഇപ്പൊ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും JCIയുടെ ഭാഗമായി പിന്നെ നിൽക്കാൻ പറ്റില്ല. കാരണം 18 to 40 എന്നുള്ള ഒരു ഏജ് ലിമിറ്റ് JCIക്ക് ഉണ്ട്. പക്ഷെ അത്രയും കാലം കൊണ്ട് അയാളുടെ വികാരമായ JCI പിന്നെ അയാളെ തുടരുന്നത് എനിക്ക് തോന്നുന്നു JACയിലാണ്, അല്ലെ? അപ്പൊ എന്താണ് JAC എന്ന് ഇവിടെ? ശരിക്കും അതിന് ചെറിയൊരു ഒരു മിസ്കൺസെപ്റ്റ് ഉണ്ട് എല്ലാവർക്കും. ഇപ്പൊ എനിക്ക് ഈ ഇനീഷ്യൽ ഫേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ആലോചിക്കും JJ അപ്പുറത്തുണ്ട്, JAC ഇപ്പുറത്തുണ്ട്, ഇത് രണ്ടും കൂടെ JCയെ വിഴുങ്ങാൻ ചാൻസ് ഇല്ലെന്ന് ചിന്തിച്ച് കുറെ ദിവസങ്ങളുണ്ട് എനിക്ക്. പക്ഷെ ഞാൻ പിന്നീട് നമ്മുടെ നാഷണൽ പ്രസിഡന്റ്, ഈ വർഷം നാഷണൽ പ്രസിഡന്റ് ഒരു മലയാളി കേട്ടോ,
അപ്പം മൂപ്പരുടെ കയ്യിൽ നിന്ന് രകേഷ് ശർമ്മ, അഡ്വക്കേറ്റ് രകേഷ് ശർമ്മ. അപ്പം സാറിന്റെ കയ്യിൽ നിന്ന് ഞാൻ അറിയാൻ സാധിച്ചൊരു കാര്യമുണ്ട്. ഈ JJ ആയാലും JAC ആയാലും JCIന്റെ ഒരു പ്രോഗ്രാമാണ്. ഇപ്പൊ JCIയിൽ നമുക്ക് കുറെ മെമ്പർഷിപ്പ് പാറ്റേൺസ് ഉണ്ട്. അതായത് അസോസിയേറ്റ് പാർട്ട്ണർ മെമ്പർ എന്നൊരു സംഭവമുണ്ട്. അസോസിയേറ്റ് മെമ്പർ എന്ന് വെച്ചാൽ ഇവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഒന്നുമില്ല, സ്റ്റിൽ ദേ ക്യാൻ കണ്ടിന്യൂ ആസ് എ JCI. അപ്പം അതേപോലെയാണ് JAC ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. അപ്പം JAC എന്ന് പറയുന്നത് ഫുൾ ഫോം പറയുകയാണെങ്കിൽ JC അലൂമിനി ക്ലബ്ബ് എന്നാണ്. അപ്പം വൺസ് എ JC ഈസ് ഓൾവേസ് എ JC. അപ്പോൾ മരിക്കുന്നവരെ JC ആയിരിക്കും. അപ്പൊ അത് നമ്മളിപ്പം നമ്മുടെ ഈ ബിസിനസ് കാര്യം പറഞ്ഞു, എന്താണെങ്കിലും ഇതിനിടയിൽ ഒരു ഫാമിലി ബോണ്ടിങ് ഭയങ്കര ഹൈയാ. ഇപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ ജേക്കബിന്റെ ഭാഗമായിട്ട് ബാംഗ്ലൂർ പോയി, നമ്മളൊരു ടൂർ പോലെ പോയത് അല്ലേ. അപ്പൊ അതേപോലെ ഒരു അവസാനം ഒരു ഫാമിലി ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഈ ഫാമിലി വിടാൻ കുറച്ച് മടിയുണ്ടാവും. 40 വയസ്സ് കഴിഞ്ഞാൽ പ്രസിഡന്റ് ആയി വേറെ നമുക്ക് സ്ഥാനങ്ങളൊന്നും ഇനിയില്ല, ഇനി വേറെ ഗ്രോത്ത് ഇല്ല എന്ന് പറയുമ്പോൾ മാറാനും മടിയുണ്ടാവും. അപ്പൊ അതാണ് JAC എന്ന രീതിയിൽ. JACയിൽ കുറച്ചും കൂടെ ഒരു JCIനെ ഒന്ന് മെന്റർ ചെയ്യാനും അതേപോലെ അവരിലേക്ക് കുറെ ഐഡിയാസ് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഒരു സപ്പോർട്ട്, ഒരു മെന്റേഴ്സ് പോലെ JACക്കാരുണ്ടാവും. അതായത് JCIയിൽ 40 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള സംഘടന തന്നെയാണ് JAC എന്ന് പറഞ്ഞത്. പക്ഷെ JACയിലെ ഒരാൾക്ക് പുറത്ത് വന്ന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അലുമിനി ക്ലബ് ആയിട്ട് തന്നെയാണ് മാത്രമായിട്ടാണ്. പക്ഷെ നമുക്കൊരു 40 വയസ്സ് കഴിഞ്ഞാലും ചില ട്രെയിനിങ് പ്രോഗ്രാംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ 40 വയസ്സ് എന്തിനാ പറയുന്നത് വെച്ചാൽ സ്ഥാനങ്ങൾ, നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ 40 വയസ്സാണ് നമ്മുടെ ലിമിറ്റ്. പക്ഷെ നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് ബാക്കി എന്റർടൈൻമെന്റും നിങ്ങൾക്ക് 40 വയസ്സ് കഴിഞ്ഞാലും പറ്റും. അത് JAC കൂടെ നമുക്ക് പോസിബിൾ ആണ്. ഇപ്പം നളന്ദ പോലത്തെ പ്രീമിയം നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട് JCIന്റെ. ഇതൊക്കെ പങ്കെടുക്കണമെങ്കിൽ JC മെമ്പർ ആയിരിക്കണം. അപ്പൊ JC മെമ്പർ ഇപ്പൊ 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ JC മെമ്പർ ആയാൽ മാത്രമേ അവർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോമാണ് JAC എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ ഒരു നോളജ് വെച്ചിട്ട്. അത് പുതിയൊരു പേരിലാണ് വന്നിരിക്കുന്നത്. പുതിയൊരു പേരിലാണ് വളരെ കഴിഞ്ഞ വർഷം കാണുന്ന ആളുകൾ ചിലപ്പോൾ ഇതിനേക്കാളും അറിവുള്ള ആൾക്കാരുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് തന്നെയാണ് ഇപ്പൊ നമ്മള് JCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ഇൻഡിവിജ്വലിന് അവന്റെ ആ ഒരു ഏറ്റവും പീക്ക് ഏജിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒട്ടുമിക്ക എല്ലാ ഏരിയാസിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട് JCI അല്ലെ? കറക്റ്റ് അല്ലേ? അപ്പം അതില് പിന്നെ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത ഇന്റർനാഷണലിസം ആണ്. അതായത് ഇപ്പം ഡെഫിനറ്റ്ലി ഇപ്പം നമ്മുടെ നാട് കാണണം, ഇന്ത്യ കാണണം, ഇന്ത്യ തന്നെ അല്ലാതെ നമ്മൾ കാണാത്ത പ്ലേസസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് എത്തിപ്പെടാൻ പറ്റാത്ത കുറെ കണക്ഷൻ നമുക്ക് കിട്ടാത്തതുണ്ട്. അപ്പം അതെനിക്ക് തോന്നുന്നു JCIയിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫിംഗർ ടിപ്സിൽ നമുക്ക് ആക്സസ് ഉള്ള കാര്യങ്ങളാണ് ഇന്റർനാഷണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ജമിൽക്ക് നേരത്തെ പറഞ്ഞു ആസ്പാക്ക് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വേൾഡ് കോൺഗ്രസ് ഒന്ന് ജമിൽക്ക് അതിനെ കുറിച്ചിട്ടൊന്ന്, ജമിൽക്ക് ഓൾറെഡി എനിക്ക് തോന്നുന്നു വേൾഡ് കോൺഗ്രസ് അല്ലെങ്കിൽ ആസ്പാക്ക് ഇതൊക്കെ ഓൾറെഡി അറ്റൻഡ് ചെയ്ത. അപ്പൊ ഒന്ന് ശരിക്കും ഞാൻ പറയും JCIയിൽ നിൽക്കുന്ന ഒരാൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിരിക്കണം. അത് ഭയങ്കര ഡിഫറെന്റ് ഫീലാണ്. പല രാജ്യത്തു നിന്ന് ആൾക്കാർ വരുന്നു അവരുടെ കൾച്ചർ പഠിക്കാനും. പിന്നെ ഇതിന് കൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത കുറെ ആൾക്കാരുണ്ട് കേട്ടോ, നമ്മൾ അറിഞ്ഞൂടെ കുറെ. ഇപ്പൊ ഞാനൊരു കേട്ടിട്ടുള്ളതാണ്, ഞാനത് ഡയറക്റ്റ് എനിക്ക് അതില്ല. നമ്മുടെ ഈറോഡുള്ള ഒരു JC മെമ്പർ ഇതുപോലെ നമ്മുടെ JCIയിൽ നമ്മൾ ഈ ഇന്റർനാഷണൽ കോൺഫറൻസ് പോകുമ്പോൾ നമ്മുടെ JC കാർഡ് ക്രിയേറ്റ് ചെയ്യും. JC മെമ്പർ ആണെന്ന് ഏത് യെല്ലോ ആണെന്നുള്ളതും നമ്മൾ ബിസിനസ് എന്താണെന്ന് ഒരു കാർഡ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും. ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവിടെ തിരിച്ച് ഏതൊരു സ്പെയിനോ രാജ്യം കൃത്യമായി ഓർമ്മയില്ല, അവിടെ പോയിട്ട് ഈ ഒരു വ്യക്തി ഇവരുടെ ബിസിനസ്, ഇയാൾക്ക് ടെക്സ്റ്റൈൽ ബിസിനസ് ആയിരുന്നു, ഒരു വലിയ ഹ്യൂജ് ഓർഡർ ഇയാൾക്ക് ഈ വേൾഡ് കോൺഗ്രസിലൂടെ മാത്രം കിട്ടിയിട്ടുണ്ട്. വെച്ചാൽ നമ്മുടെ ചെലവാക്കുന്ന ഒരു 10 ഇരട്ടി എക്സ്ട്രാ എമൗണ്ട് നമുക്ക് ചിലപ്പം ആ ഒറ്റ ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ചെയ്യാൻ JCI കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബിസിനസ് നമുക്ക് എങ്ങനെ ഹിറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അവിടെയൊക്കെ ഈ ജേക്കോം പോലെ തന്നെ നമ്മുടെ ബിസിനസ് എങ്ങനെ ഹിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് എനിക്ക് തോന്നുന്നു അത്രത്തോളം ആൾക്കാരായിട്ട് നമ്മൾ കണക്ട് ആവുകയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ZP ആകുമ്പോഴും നാഷണൽ പ്രസിഡന്റ് ആവുന്ന സമയത്തും JCI പ്രസിഡന്റ് ആവുന്ന സമയത്തും ഒക്കെ ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ JCI പ്രസിഡന്റും നമ്മളൊരു ഇന്ത്യക്കാരനാണ്. അതെ, നമുക്ക് അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് പറയാം. കഴിഞ്ഞ ദിവസം നമ്മള് US നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തിയൊക്കെ നമ്മൾ ഭയങ്കര ഒരു പ്രൈഡ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് അതൊക്കെ ഒരു രോമാഞ്ചം തന്നെയാണ് എല്ലാവർക്കും. സീരിയസ്ലി. അപ്പൊ ഈ വർഷം നമ്മുടെ JC കാലിക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ പറയുന്നത് വെച്ചാൽ 75 ഇയേഴ്സ് ഓഫ് JC ആണ് ഇന്ത്യയിൽ. 75 വർഷം ഡയമണ്ട് ജൂബിലി ആണ് ഈ വർഷം. നമ്മുടെ സോൺ പ്രസിഡന്റ്
ചില സോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റും മലപ്പുറത്തിന്റെ പകുതി ഡിസ്ട്രിക്റ്റും, ഈ രണ്ട് ഏരിയയിലെ നേതാവ് സോൺ പ്രസിഡന്റ് എന്ന് പറയുന്നത് JC കാലിക്കറ്റിലെ മെമ്പറാണ്. JCI സെനറ്റർ രാകേഷ് നായർ. ഓക്കെ, ഇതിന്റെ അപ്പുറം നമ്മൾ പോയി കഴിഞ്ഞാൽ നാഷണൽ പ്രസിഡന്റ് ഒരു മലയാളിയാണ് നമുക്ക്, അഡ്വക്കേറ്റ് രകേഷ് ശർമ്മ. വേൾഡിലേക്ക് പോയാലും നമുക്ക് നമ്മുടെ കെവിൻ സാറാണ് വേൾഡ് പ്രസിഡന്റ്, തമിഴ്നാട് ഇന്ത്യക്കാരനാണ്. അപ്പം ആ രീതിയിൽ ഈ ഒരു വർഷം എല്ലാം കൂടെ കൊണ്ട് നമുക്ക് JCI കാലിക്കറ്റിന് പ്രത്യേകിച്ച് നമ്മുടെ സോൺ പ്രസിഡന്റ് ഉള്ളത് കൊണ്ട് ഭയങ്കരമായിട്ടൊരു ഒരു ഹാപ്പിനെസ് തരുന്നൊരു ഇയർ ആണ്. അപ്പൊ നമ്മുടെ ഈ വർഷം നമ്മുടെ ഇൻസ്റ്റലേഷൻ നമ്മുടെ വേൾഡ് പ്രസിഡന്റ് ആണ് ഈ വർഷം വന്നത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ ആണ് JCI കാലിക്കറ്റിലെ ഇൻസ്റ്റലേഷൻ. വേറെ എവിടെ പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയുള്ളൂ, പക്ഷെ നമുക്ക് ആദ്യത്തെ ഇൻസ്റ്റലേഷൻ നമ്മുടെയാണ്. അപ്പൊ അത് നമുക്ക് ഭയങ്കര പ്രിവിലേജ് ആയി കിട്ടി. അപ്പൊ ആ രീതിയിലുള്ളതും പ്ലസ് നമ്മൾ ഇപ്പൊ ഞാൻ കഴിച്ചത് ആസ്പാക്കിന് പോയെന്ന് പറഞ്ഞല്ലോ. ഈ ആസ്പാക്കിന് പോയ സമയത്ത് അവിടെ നിന്ന് നമ്മൾ സെനറ്റേഴ്സ് ഡിന്നർ എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ സെനറ്റർ എന്ന് പറയുമ്പോൾ JCIയിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ കൺഫർ ചെയ്യുന്ന ഒരു ഇതാണ്, അപ്പം ഒരു ടൈറ്റിലാണ്. ഈ ടൈറ്റിൽ അപ്പൊ അവിടെ എല്ലാ സെനറ്റേഴ്സ് ആണ് അവിടെ ആ ഒരു ഡിന്നറിനുണ്ടാവുക. അപ്പൊ അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ടതിൽ നമ്മുടെ ഇന്തോനേഷ്യയിലെ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ഉണ്ട്. അപ്പൊ അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ, ഞാൻ ഹോമിയോപ്പതി ഡോക്ടറായതുകൊണ്ട് എൻ്റെ അടുത്ത് എന്താണ് ഹോമിയോപ്പതി ഇങ്ങനെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. ഡീറ്റെയിൽസ് ഫോൺ നമ്പർ വാങ്ങിച്ചു, ഇപ്പൊ കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് കണക്ഷൻസ് ബിൽഡ് ചെയ്യാം. ഫിലിപ്പീൻസിൽ ഒരു ഫിലിം സ്റ്റാറിനെ കണ്ടു. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിന് അപ്പുറം നമുക്ക് കുറെ ആൾക്കാരെ പരിചയപ്പെടാനൊക്കെ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ഡോക്ടറെ കണ്ടിരുന്നു, 5 റുപ്പി ഡോക്ടർ എന്ന് പറയപ്പെടുന്ന, 5 രൂപ മാത്രം കൺസൾട്ടേഷൻ വാങ്ങിയിട്ട് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു നൂറി പരി എന്നുള്ള ഡോക്ടർ, ഒരു ഇൻഫ്ലുവൻസറും കൂടെയാണ്. പ്ലസ് ഇങ്ങനെ ഒരു രീതി കൺസൾട്ടേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടറെ പരിചയപ്പെടുക. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ, പല ടൈപ്പ്, പല ഗ്രേഡിലുള്ള ആൾക്കാർ നമുക്ക് പരിചയപ്പെടാൻ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് JCI തരുന്നുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും ഒരു ബ്യൂട്ടി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്റർനാഷണൽ നമ്മൾ പല രാജ്യങ്ങളിലെ ആൾക്കാരെ കാണുമ്പോൾ ഒക്കെ അതും എനിക്ക് തോന്നുന്നു ബിസിനസിനെ ഭയങ്കര രീതിയിൽ ഹെൽപ്പ് ചെയ്യും, ബൂസ്റ്റപ്പ് ചെയ്യും, പല രീതിയിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരും. കാരണം അല്ലെ, തീർച്ചയായിട്ടും. പിന്നെ അതേമാതിരി തന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ബിസിനസ് ഒക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്താണ് ഒരു ചാരിറ്റി ഒക്കെ ചെയ്യാനുള്ള ഒരു എല്ലാവരും ആഗ്രഹം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യണം എന്നാണ്. പല തിരക്ക് കാരണമാണ് പലരും എന്ത് ചെയ്യുക, ഇത് വിട്ടുപോകുക. പക്ഷെ ഇപ്പൊ എനിക്കാണെങ്കിൽ ആസ് എ ബിസിനസ് ഓണർ നമ്മളിത് കഴിഞ്ഞിട്ട് കുറച്ച് ചാറ്റിൽ കിടക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായി ഇപ്പൊ നമ്മൾ JCIയിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിനിപ്പം നമ്മൾ ഫണ്ട് വേണം വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് വേണം, പക്ഷെ അത് ഫണ്ടഡ് ബൈ ഓരോ ഇൻഡിവിജ്വലും അല്ലെങ്കിൽ ആൾക്കാരും ഇത് എന്താണ് തരാൻ റെഡിയാണ്. അല്ലെങ്കിൽ CSR ഫണ്ട് ആയിക്കോട്ടെ, കോർപ്പറേറ്റ് ഫണ്ട് ആയിക്കോട്ടെ, ഇതൊക്കെ ചെയ്യാൻ ആൾക്കാർ റെഡിയാണ്. നമ്മൾ പല രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും ഇറ്റ്സ് ഓൾറെഡി ഫണ്ടഡ് അല്ലേ, പല പ്രോജക്ട്സും ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും? എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്റൻഷൻ നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫണ്ട് വരും. കറക്റ്റ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പൊ നമ്മൾ വയനാട്ടിൽ വളരെ വിഷമം ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. നമ്മളൊരു ജസ്റ്റ് ഒരു പോസ്റ്റർ നമ്മൾ റിലീസ് ചെയ്തപ്പോൾ അതിന് ആൾക്കാർ ഇഷ്ടംമാതിരി ആൾക്കാർ വന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നു. നമ്മളൊരു മീഡിയേറ്റർ മാത്രം ആയാൽ മതി. ഇത് എവിടെ നിന്ന് നമ്മൾ കറക്റ്റ് ചെയ്തു, കറക്റ്റ് ആളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് JCI കാലിക്കറ്റ് ചെയ്തുള്ള ഒരു മേജർ കാര്യം. കറക്റ്റ്. ഫസ്റ്റ് നമ്മൾ കലക്ടറെ ഏൽപ്പിച്ചു, പിന്നീട് അല്ലാണ്ട് സംഘടനയെ ഏൽപ്പിച്ചു. പിന്നെ ഇതിൽ നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. നമ്മൾ ഈ വർഷം നമ്മുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ട് T4 ലൈഫ് അല്ലെ, നമ്മളൊരു ചായ പൈസ, ഒരു ദിവസം നമ്മൾ കുടിക്കുന്ന ചായയുടെ പൈസ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 3 ആൾക്കാരുടെ ലൈഫ് സേവ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മളൊരു ഡയാലിസിസ് മിഷൻ, അതിന് ഇത് പറയുമ്പോൾ തന്നെ തരാൻ താല്പര്യപ്പെട്ട ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇനിയും ഫണ്ടിന്റെ ആവശ്യമുണ്ട് നമുക്ക്. കറക്റ്റ്. പക്ഷെ ആ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ മുന്നോട്ട് വരും. അപ്പോൾ നമ്മൾ ആസ് എ JCI നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവാറ് മെയിൻലി 40 വയസ്സിനുള്ളിൽ നമ്മൾ ഡെവലപ്പിംഗ് സ്റ്റേജിലേക്ക് നമ്മുടെ, പക്ഷെ ഇത് 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പല നമ്മുടെ JCIയിലുള്ള ആൾക്കാരുണ്ട് നമ്മളെ ഫണ്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും എന്നുള്ള കാര്യം വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഓക്കെ. സോ ഇനി ചോദിക്കാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ഇപ്പം ഇതിപ്പോ ആദ്യമായിട്ട് JCIയെ കുറിച്ച് ഇത്ര നേരം ഇരുന്ന് കേൾക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് തോന്നി ഇരുന്ന് കേൾക്കുന്ന ഒരാള് എങ്ങനെ അയാൾക്ക് അപ്രോച്ച് ചെയ്യാം? അയാളിപ്പോൾ ഏത് ജില്ലയിലായിക്കോട്ടെ. അപ്പോൾ ഡെഫിനറ്റ്ലി JCI കാലിക്കറ്റിനെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവരാരെ കണക്ട് ചെയ്യണം? പിന്നെ എല്ലാത്തിനും ഒരു കോസ്റ്റ് ഉണ്ട്, നത്തിങ് ഈസ് ഫ്രീ അല്ലേ, എന്തിനും ഒരു ചിലവുണ്ട്. അപ്പോൾ JCIയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇന്റർനാഷണൽ ഒരു സംഘടനയാണ്. അപ്പോൾ ഇന്റർനാഷണലി ഡോളർ റേറ്റിൽ നമ്മൾ എത്ര രൂപയാണ് അതിന് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് ഇയർലി കൊടുക്കേണ്ടത്? ഇനി ആരെയാണ് അവർ കണക്ട് ചെയ്യേണ്ടത് എളുപ്പത്തിൽ? ഓക്കെ, അത് നമുക്കൊരു ഫിക്സ്ഡ് എമൗണ്ട് പറയാൻ പറ്റില്ല. വെച്ചാൽ നമ്മൾ പല ഏരിയയിലുള്ള ആൾക്കാർ പല രീതിയിലാണ് വാങ്ങുന്നത്. ഇപ്പം നമ്മുടെ JCI കാലിക്കറ്റ് പ്രീമിയം ചാപ്റ്റർ ആണ്.
നമുക്ക് ഇവന്റ്സ് കുറെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്റർനാഷണലി എത്രയാണ് നമ്മൾ മെമ്പർഷിപ്പിന് വേണ്ടി ഡെഫിനറ്റ്ലി സാർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ സംഘടനയ്ക്ക് നടത്തിപ്പിനനുസരിച്ചിട്ട് ഇവന്റ്സിനനുസരിച്ചുള്ള കോസ്റ്റും കൂടെ അവർ ഒരുമിച്ച് പിരിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടാവുക, നേരത്തെ പറഞ്ഞ ചാരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട്. അല്ലാതെ ഇന്റർനാഷണലി അടയ്ക്കാൻ വേണ്ടി എത്രയാണ് നമുക്ക് വേണ്ട മെമ്പർഷിപ്പ് ഫീ ആയിട്ട്? നമുക്ക് നിയർലി ഒരു 3000 റുപ്പീസിന് അടുത്താണ് ഒരു ജെ സി ഇന്ത്യയിലേക്ക് നമ്മൾ അടയ്ക്കേണ്ടത്. അപ്പൊ ഇതിന് കൂടുതലായിരിക്കും, ഇതാണ് മിനിമം അടയ്ക്കേണ്ട എമൗണ്ട്. അതോടൊപ്പം ചോദിക്കുന്നത്, ഇപ്പൊ ഏത് ജില്ലയിൽ ഇരുന്ന് ഈ വീഡിയോ കാണുന്ന ആളും സോൺ പ്രസിഡന്റ്സിനെ നാഷണൽ പ്രസിഡന്റിനെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാതെ ആരെയാണ് അവർ അപ്രോച്ച് ചെയ്യേണ്ടത്? എവിടെ പോയാൽ അതൊക്കെ നമ്പർ കിട്ടും? നമ്മൾ മിക്കവാറും നമ്മൾ JCI അടിച്ച് PR നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് JCI നിങ്ങളുടെ ലോക്കൽ ഡിസ്ട്രിക്ട് ഏതാണോ ആ ഡിസ്ട്രിക്ട് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു നമ്പർ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഇല്ലെങ്കിൽ നമുക്ക് എൻ്റെ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഈ വർഷം ഓൾ കേരള പ്രസിഡന്റ്സിന്റെ ഗ്രൂപ്പൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏത് സ്ഥലത്തുള്ള പ്രസിഡൻസ് നമുക്ക് കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ഓക്കെ, അപ്പം എവിടെ നിന്ന്, കേരളത്തിൽ എവിടെ നിന്ന് കാണുവാണെങ്കിലും, വേൾഡിൽ എവിടെ നിന്നും പ്രാക്ടിക്കലി പോസിബിൾ ആണ്. കേരളത്തിൽ എവിടെ നിന്ന് കാണുവാണെങ്കിലും JC കാലിക്കറ്റിൽ കണക്ട് ചെയ്താൽ അവരുടെ നിയറസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. തീർച്ചയായും. റൈറ്റ്. ജമീൽക്ക അതേമാതിരി തന്നെ അപ്പം ഈ വർഷം ജമീൽക്ക എനിക്ക് തോന്നുന്നു പ്രസിഡന്റ് ആണ്. ഇനി ഒരു 2-3 മാസം എനിക്ക് തോന്നുന്നു ഉണ്ട്. അപ്പം എന്താണ് ജമീൽക്കന്റെ ഒരു വിഷൻ, എന്താണ് എസ് എ JCI എന്താണ് ജമീൽക്ക പ്ലാൻ ചെയ്യുന്നത് കാര്യങ്ങൾ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. എനിക്ക് തോന്നുന്നു JCI ടീമിൽ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ജമീൽക്കന്റെ അണ്ടറിൽ പല പോസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പം ഒരു VP ആണ്, ഡയറക്ടറാണ്. അപ്പം ജോബ് ഫെയർ, അങ്ങനത്തെ ബിസിനസ് ഇവന്റ്സ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി എന്താണ് ജമീൽക്കന്റെ ഒരു നെക്സ്റ്റ് ലെവൽ പ്രോജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക്. നമ്മളിപ്പം ഇതുവരെ നമ്മുടെ കുറെ ജോബ് ഫെയർ കാര്യങ്ങൾ നടത്തി. പക്ഷെ ജോബ് ഫെയർ ഇനിയും ഒരു ജോബ് ഫെയർ കൂടെ തന്നെ മനസ്സിലുള്ള നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലാനിൽ ഉള്ളതാണ്. അപ്പൊ VP നമ്മുടെ അസിസ്റ്റന്റ് ഭായി തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ജോബ് ഫെയറും കൂടെ ഒന്ന് പ്ലാൻ ഇട്ട് എൻ്റെ ഈ വർഷം എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ JCIനെ കൂടുതൽ പബ്ലിക്കിലേക്ക് എത്തിക്കുക. നമ്മുടെ ഉള്ളിൽ മാത്രം പ്രൊജക്ട്സ് ചെയ്യാതെ പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന മെഗാ ഇവന്റ്സ് ആയിട്ട് പ്ലാൻ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. ഈവൻ കുറച്ച് ബ്രാൻഡിങ് കാര്യങ്ങൾ പ്ലാൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഫൈനൽ ഫേസിലെ കുറച്ച് ബ്രാൻഡിങ് കാര്യങ്ങളും വെൽക്കം ബോർഡുകളും അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് കുറച്ചും കൂടി JCI എന്നുള്ളൊരു സംഘടന ആൾക്കാർക്ക് അറിഞ്ഞു തുടങ്ങുക എന്നുള്ളതാണ് ഒരു മേജർ ഉദ്ദേശം ഈ വർഷം. പിന്നെ സസ്റ്റൈനബിൾ പ്രൊജക്ട്സ് ആയിരിക്കണം. നമുക്ക് ഇനിയും വർഷങ്ങളിൽ കഴിഞ്ഞാലും നമ്മൾ ഈ വർഷം ചെയ്ത പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊജക്ട്സ് ആണ് ഈ വർഷം മെയിൻലി ഉദ്ദേശിക്കുന്നത്. അതിന് കൂടുതൽ നമുക്ക് കുറേ മാനേജ്മെന്റ് പ്രോഗ്രാംസ് നടന്നു. നമുക്ക് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് നമ്മൾ പറയുന്നത് ആസ് എ ഫാമിലി നമ്മളൊന്ന് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള കുറേ പ്രൊജക്ട്സ് നമ്മൾ നടന്നു. കഴിഞ്ഞ ദിവസം DJ പാർട്ടി വരെ നമ്മൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ എല്ലാ പ്രൊജക്ട്സുമാണ് നമ്മൾ ഒരു ഫേസ് മാത്രമല്ല, എല്ലാ ഫേസിലും ഒരേപോലെ വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഈ വർഷം. അപ്പം എല്ലാവിധ ആശംസകളും. ഈ വർഷം അടിപൊളിയാവട്ടെ, ഉഷാറാക്കട്ടെ എന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതില് എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ എല്ലാ കാര്യത്തിലും ഓരോരുത്തരും ഓരോ ഏജ് ഗ്രൂപ്പിനും ഓരോ ജോലി, ഓരോ ബിസിനസ്സിനും അവരുടെ എക്സ്പീരിയൻസും അവരുടെ എന്താ പറയാ ലൈഫ് സ്റ്റൈലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മളൊരു ഏജ് കഴിഞ്ഞാൽ, അതിപ്പം പ്രൊഫഷണലി ആണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും, നമുക്ക് പഴയ ഫ്രണ്ട്സിനൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പറയും നമ്മൾ ബെസ്റ്റ് ബഡീസൊക്കെ ഉണ്ടാവും, എന്നാലും എപ്പോഴും അവൈലബിൾ ആവുന്ന ഫ്രണ്ട്സ് കുറവായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ ആരാണെന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാണെന്ന് നോക്കണം എന്നുള്ളത്. അപ്പൊ നമുക്ക് പറ്റുന്ന എപ്പോഴും അവൈലബിൾ ആവുന്ന, നമ്മളെ കൂടെ നിൽക്കാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് കരുതപ്പെടുന്ന ഒരു വലിയ ടീമിന് എനിക്ക് JCI പ്രോത്സാഹനം തന്നുള്ളതാണ്. അപ്പം നമുക്കൊരു ടെക്നിക്കലി നമ്മുടെ ജോലിയുടെ ഒരു ഡൗട്ട് വന്ന, ബിസിനസ് ഡൗട്ട് വന്ന, ഒരു ആവശ്യം വന്നാൽ പോലും ധൈര്യമായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ വിളിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകൾ ഈ JCI കാലിക്കറ്റിന്റെ ഭാഗമായി, എൻ്റെ കൂടെ, എൻ്റെ ഭാഗമായി, എൻ്റെ ലൈഫിന്റെ ഭാഗമായി വന്നു എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നു ഇപ്പം എത്ര വർഷം കഴിഞ്ഞാലും, 40 വയസ്സ് കഴിഞ്ഞ് ഇതൊന്നും മാറിയാലും അതൊന്നും പോകാൻ പോകണില്ല, കാലകാലം ഉണ്ടാവും. സോ ഇത്രയാണ് നമുക്ക് JCI കാലിക്കറ്റിനെ കുറിച്ചും JCI എന്ന സംഘടനയെ കുറിച്ചും വളരെ ബ്രീഫായിട്ട് പറയാനുള്ളത്. ഒരു സാധനം ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തോട്ടെ. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഒരു ആസ് എ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് വൈബുള്ള ആൾക്കാരാണ് ഒരു പോസിറ്റീവായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണ് JCIയിൽ കൂടെ ഉണ്ടാവാറ്. അപ്പം ആ ഒരു വൈബ്രേഷൻസ് നമ്മുടെ ചുറ്റും എപ്പോഴും നമ്മളൊരു ആക്റ്റീവായി നിർത്താൻ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു മേജർ വലിയൊരു കോട്ടുണ്ട്, ശരിക്കും എൻ്റെ ലൈഫിൽ സ്ട്രൈക്ക് ചെയ്തൊരു കോട്ടുണ്ട്, ജോൺ എഫ് കെന്നഡിയുടെ ഒരു കോട്ട്. അത് പറയുന്നത് യൂണിവേഴ്സിറ്റീസ് ഗേവ് മീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നുണ്ട്, പക്ഷെ JCI ടോട്ട് മീ ലൈഫ്. ശരിക്കും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എഡ്യൂക്കേഷൻ വലിയ പഠിച്ച ആൾക്കാരായിരിക്കാം, പക്ഷെ അവർക്ക് സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണമെന്നോ എങ്ങനെ ലീഡർഷിപ്പ് എടുക്കണമെന്നോ കാര്യം അറിയണമെന്നില്ല, അവസരങ്ങൾ കിട്ടിയിട്ടില്ല. പക്ഷെ ഈ JCI എന്ന് പറയുന്ന ഒരു സംഘടന പഠിപ്പിക്കുന്നത് എങ്ങനെ ജീവിക്കാമെന്നുള്ളതാണ്. ചിലപ്പോൾ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ അവരെക്കാളും എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചൊരു. നേരത്തെ പറഞ്ഞ വേൾഡ് ലീഡേഴ്സിൽ ഒരാളെ കുറിച്ചാണ് പറഞ്ഞത്, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കുറെ കിട്ടുമായിരിക്കും.
നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ബിസിനസ്സും എനിക്ക് കൂടുതൽ നമ്മൾ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചു. ബിസിനസ്സും ട്രെയിനിങ്ങും അങ്ങനെ വലിയ തലവേദനകൾ മാത്രമല്ല, നമുക്കൊരു ചായ കുടിക്കാൻ പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു ഫ്രണ്ടിനെ വിളിക്കണമെങ്കിലും നമുക്ക് വിശ്വസിച്ച് വിളിക്കാവുന്ന, നമുക്ക് ഫാമിലിയായിട്ട് പോലും കണക്ട് ചെയ്ത് നമ്മളൊരു നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനുള്ള ഒരു സംഘടനയും കൂടിയാണ് JCA. കാരണം ഇവിടെ മറ്റു ഉദ്ദേശങ്ങളൊന്നും നമുക്കില്ല. എല്ലാവരും പേഴ്സണൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തിനെ ഡെവലപ്പ് ചെയ്യുക എന്നൊരു ചിന്ത മാത്രമാണ് ഇതിനകത്തുള്ളത്. എനിക്കൊന്ന് മിക്ക ചായക്കട, കോഴിക്കോടുള്ള എല്ലാ ചായക്കടക്കാർക്കും JCA നല്ലോണം അറിയാം. അവരും ഇതിനെ പഴയ ചില ചായക്കടയിലെ ആളുകളും ഓണേഴ്സ് പോലും നമ്മളെ മെമ്പറായി മാറിയിട്ടുണ്ട്, ഇപ്പം വരുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ചർച്ച ചെയ്യാൻ ഒരുപാടുണ്ടെങ്കിലും നമുക്ക് ഇത് ഈ തൽക്കാലം ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ ബെറ്റ് ടോക്കിന്റെ ഏറ്റവും ഫസ്റ്റ് എപ്പിസോഡാണ്. നേരത്തെ പറഞ്ഞ പോലെ BET, ബിസിനസ്, എന്റർടൈൻമെന്റ്, ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തെക്കുറിച്ചും നമുക്ക് വളരെ ഭംഗിയായിട്ട് ചർച്ച ചെയ്യാം. ഡെഫിനറ്റ്ലി കുറെ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ടാവും, മാറ്റങ്ങൾ വരുത്താനുണ്ടാവും. ഓരോരോ പ്രോഗ്രാമിലും പുതിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാം. സോ സൈനിങ് ഓഫ് ഫ്രം ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ബെറ്റ് ടോക്സ്.